എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാച്ചുറൽ ആൻഡ് ട്രാവൽ ലവേഴ്സ് ബ്ലോഗ് നാലോ ട്രാവലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഫാമിലിയോടൊപ്പം വന്നത് തിരുവനന്തപുരത്തെ സിറ്റിക്ക് അടുത്ത് തന്നെയുള്ള ശംഖുമുഖം ബീച്ചിലേക്കാണ്. കാനായി കുഞ്ഞിരാമൻ സാറിൻ്റെ കര വിരുതിൽ തീർന്ന ഈ ശില്പം കാണുമ്പം തന്നെ ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ മനസ്സിലാവും ഇത് ശംഖുമുഖമാണെന്നുള്ളത്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആവാറായി. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ കൂടുതലും സഞ്ചാരികൾ വരുന്നത്. കുട്ടികളെയൊക്കെ ആയിട്ട് വന്നിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു മികച്ച സ്ഥലമാണ്. കണ്ടില്ലേ, ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭാരതീയ വായുസേനയുടെ ഭാഗമായിട്ടുള്ളൊരു പഴയ ഹെലികോപ്റ്റർ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതും വളരെ മനോഹരമായി തന്നെയാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ചുറ്റിലും പടവുകളൊക്കെ നിർമ്മിച്ച് ഗ്രാനൈറ്റ് പീസൊക്കെ പാകി വളരെ മനോഹരമായിട്ടാണത് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തായാലും കുട്ടികളെയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഹെലികോപ്റ്റർ അടുത്ത് കണ്ടിട്ടില്ലാത്തവർക്കൊക്കെ ഇത് നമുക്ക് കാണിച്ചു കൊടുക്കാം. അവർക്ക് ഇതൊരു കൗതുക കാഴ്ച തന്നെയായിരിക്കും. കണ്ടില്ലേ, നല്ല രസമല്ലേ? പ്രത്യേകിച്ച് ഈ സായാഹ്നത്തിൽ അസ്തമയ സൂര്യൻ്റെ കിരണങ്ങൾ ഇങ്ങനെ വന്ന് കേൾക്കുമ്പോഴത്തേക്കും അത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയുണ്ട്. കൊച്ചു കുട്ടികളൊക്കെ ഓടിക്കളിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ധാരാളം കച്ചവടക്കാരെ കൊണ്ട് നിറയും. കണ്ടില്ലേ, വൈകിട്ടാണ് കേട്ടോ, വൈകിട്ടുള്ള കച്ചവടമാണ് ഇവിടെ കൂടുതലും ഉള്ളത്. അപ്പം ഇനി എന്തായാലും നമുക്ക് ബീച്ചിലോട്ട് പോവാം. നമുക്ക് അവിടുത്തെ കാഴ്ചകളും കൂടെ കാണാം. നല്ല രസമുണ്ട്. കുട്ടികളിവിടെ ധാരാളം വരുന്നതുകൊണ്ടായിരിക്കും ഇവിടെ കുട്ടികളുടേതായ കളിപ്പാട്ടങ്ങളും മറ്റു സംഭവങ്ങളും ഒക്കെ ധാരാളമുണ്ട്. സൂര്യനെങ്ങനെ മറുകര താണ്ടാൻ വേണ്ടി ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് കാണാൻ ഒരുപാട് പേര് ബീച്ചിലുണ്ടാവും. നമുക്കെന്തായാലും അങ്ങോട്ട് പോവാം. ഈ ഇടത് സൈഡിൽ കാണുന്ന ഒരു ഹോട്ടലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഗ്രാനൈറ്റ് പീസുകളെ കൊണ്ട് ഭാവിയിട്ടുണ്ട്. ഇത് രാജാവിൻ്റെ കാലത്ത് തീർത്ത ഏതോ കൽമണ്ഡപമാണെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ കച്ചവടമൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. തുണിക്കച്ചവടമൊക്കെ കണ്ടില്ലേ. എന്തായാലും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. ധാരാളം പ്രാദേശിക ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കളിപ്പാട്ട കച്ചവടക്കാരൻ പിള്ളേരെ കളിപ്പിക്കാനായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ കൊണ്ടിറക്കിയിട്ടുണ്ട്. എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല കാലാവസ്ഥ, സായാഹ്നം, ബീച്ച്, നിറയെ ആൾക്കാർ. എന്തായാലും നല്ല രസമുണ്ട്. ഇവിടെ വന്നിരുന്ന സമയം പോകുന്നത് അറിയേയില്ല. മത്സ്യബന്ധനത്തിന് പേര് കേട്ട സ്ഥലം കൂടിയാണ് നമ്മുടെ ശംഖുമുഖം. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം ഫിഷിംഗ് ബോട്ടുകളൊക്കെ കരയ്ക്ക് കയറ്റി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ബീച്ചിലങ്ങനെ അസ്തമയ സൂര്യൻ്റെ കാഴ്ചകൾ കാണാനും ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഫിഷിംഗ് ബോട്ടിൻ്റെ റിപ്പയറിങ് പണികളെന്നൊക്കെയോ ചെയ്യുന്നുണ്ട് അവർ. ഇന്ന് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫിഷിങ്ങിനായിട്ട് ആരും പോയിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയധികം ബോട്ടുകൾ ഇവിടെ കരയ്ക്ക് കാണുന്നത്. ഒരു ഹോട്ടലാണെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ വന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അസ്തമയം ഏതാണ്ട് അടുക്കാറായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇങ്ങനെ വന്നിപ്പോൾ കടലിൻ്റെ ഓരം ചേർന്ന് നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, കണ്ടെത്താ ദൂരത്തോളം ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണ്. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനും ഇങ്ങനെ നിൽക്കുകയാണ്. കുട്ടികളൊക്കെ വളരെ ആകാംക്ഷാഭരിതരായി ഇങ്ങനെ നിൽക്കുകയാണ്. കടലിൻ്റെ കാറ്റും കാഴ്ചകളും അസ്തമയ സൂര്യനും എല്ലാം കൊള്ളാം. അങ്ങനെ ഞാനും അവിടെ വന്നിട്ട് ഒരു കൗതുകത്തിന് സെൽഫി വീഡിയോസ് ഒന്നും എടുക്കാമെന്ന് കരുതി. സെൽഫി വീഡിയോസ് എടുത്തിട്ട് മുകളിലോട്ട് നോക്കിയപ്പോഴാണ് ആരോ പട്ടം പറപ്പിക്കുന്ന കാഴ്ച കണ്ടത്. നമുക്ക് ഈ പട്ടം പറപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം കടപ്പുറം തന്നെയാണ്. മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല, ധാരാളം കാറ്റും ഉണ്ടാകും. അപ്പം നല്ലപോലെ പട്ടം പറക്കും. കളിപ്പാട്ട കച്ചവടക്കാരൻ കളിപ്പാട്ടങ്ങളെല്ലാം മണലിൽ കുഴിച്ച് നിർത്തിയിരിക്കുകയാണ്. എന്തായാലും അതൊക്കെ നല്ല ആകർഷണീയമായ കാഴ്ച തന്നെയാണ്. അങ്ങനെ ഞാൻ കുറച്ച് സമയം എൻ്റെ മോനെ എടുത്തുകൊണ്ട് അവിടേക്കൊന്ന് നടന്നു. അപ്പോൾ നമുക്കിനി ഒരുമിച്ച് എല്ലാവർക്കും കൂടെ ശംഖുമുഖത്ത് നിന്ന് സൂര്യാസ്തമയം കാണാം. ഞങ്ങളങ്ങനെ അസ്തമയ കാഴ്ചയെ കണ്ടിട്ട് നേരെ നടന്നു ഞങ്ങളെ വണ്ടിയിലെടുത്ത് വന്നു. കാലിലൊക്കെ പറ്റി പിടിച്ച് മണലൊക്കെ കഴുകി കളഞ്ഞു. അയ്യോ,
നേരത്തെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഇത്രയും വാഹനങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പം കണ്ടില്ലേ, ധാരാളം വാഹനങ്ങളുണ്ട്. അപ്പോൾ ഇതിലുള്ള ആൾക്കാർ എല്ലാവരും കടപ്പുറത്തുണ്ട് എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ഇവിടെ വൈദ്യുത ബൾബുകളൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ ഇപ്പോൾ അത്യാവശ്യം വെട്ടമുണ്ട്, എന്നിരുന്നാലും അത്യാവശ്യം ഇരുണ്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ. ഈ കാണുന്ന കെട്ടിടം കണ്ടിട്ട് ഇതൊരു ഗസ്റ്റ് ഹൗസ് ആണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു ഇപ്പം ലുലു മാളിൻ്റെ അതുവഴിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ വെഞ്ഞാറമൂട് കാരേറ്റ് കല്ലറയിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളായ ലുലു മാൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ബൈ ബൈ.